ബി.ജെ.പി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെതിരെ CRPC 107 പ്രകാരം പോലീസ് കേസെടുത്തു. സ്ഥിരം കുറ്റവാളികളെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കുവാനുള്ള വകുപ്പ് ചുമത്തി തൃശൂർ ഈസ്റ്റ് പോലീസാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. നടപടിക്കെതിരെ ബി.ജെ.പി. പ്രതിഷേധവുമായി രംഗത്തെത്തി. അനീഷിനെതിരെ കേസെടുക്കുവാനുള്ള നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരം വകുപ്പ് എടുക്കുന്നത് അസാധാരണമാണെന്നും ബി.ജെ.പി. ആരോപിച്ചു. ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർ തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുവെന്നും സമാധാന അന്തരീക്ഷത്തിന് തടസ്സമുണ്ടാക്കുന്നു എന്നുമാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ റിപ്പോർട്ട്. ഇതേ തുടർന്ന് സ്ഥിരം കുറ്റവാളികളെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനുള്ള CRPC 107 വകുപ്പ് പ്രകാരം കേസെടുക്കാൻ തൃശൂർ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത്. ഇന്ന് കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരുന്നതെങ്കിലും അവധി ദിവസമായതിനാൽ അനീഷ് കോടതിയിലെത്തിയില്ല. താൻ ഇതുവരെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയല്ലെന്നും പോലീസ് നടപടി പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അനീഷ് കുമാർ പറഞ്ഞു. സ്ഥിരം ക്രിമിനലുകൾക്കെതിരെ, ഗുണ്ടകൾക്കെതിരെ ചാർജ് ചെയ്യുന്ന കേസാണ് CRPC 107 എന്ന് പറയുന്നത്. ഞാനൊരു ദീർഘകാലമായിട്ട് തൃശ്ശൂരിലൊരു പൊതുപ്രവർത്തകനാണ്. ഇതുവരെ എൻ്റെ പൊതുജീവിതത്തിൽ ഒരു തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ ഞാൻ പ്രതിയല്ല. ആകെ കേസുകൾ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങൾ മാത്രമാണ്. അനീഷിനെതിരായ നീക്കം പാർട്ടിക്കെതിരായ നീക്കമാണെന്നും പോലീസ് നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ബി.ജെ.പി. ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. 63 വർഷത്തെ കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇവിടെ ഈ തൃശൂർ പാർലമെന്റ് സീറ്റിൽ നിന്ന് താമര വിരിയിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് കള്ളക്കേസുകളെയും അതിൻ്റെതായ വഴിക്ക് നേരിടാനുള്ള പ്രാപ്തമുള്ള പ്രസ്ഥാനമാണ് ബി.ജെ.പി. എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് തയ്യാറാകുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബി.ജെ.പി. KSU പ്രവർത്തകർ തമ്മിൽ നടന്ന സംഘർഷത്തിൽ അനീഷിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. ഇതടക്കമുള്ള നിരവധി കേസുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈസ്റ്റ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് മലയാളം, തൃശൂർ.